ഓരോ ബ്രസീൽ ആരാധകൻ്റെയും മനസ്സിൽ ഇന്നേരം എന്താക്കും? തോൽവി സാധാരണമാണെന്ന് ആശ്വസിക്കാം. പക്ഷേ കിട്ടിയ അവസരങ്ങളിലൊന്നും ഉപയോഗിക്കാതെ ഒന്ന് പൊരുതാതെ പോലും തോറ്റുപോയതിനെ ഓർത്ത് എങ്ങനെ ആശ്വസിക്കാനാണ്? ഇനിയും വേൾഡ് കപ്പ് യാത്രകൾ വിരുന്നെത്തുമെന്ന് കരുതാം. പക്ഷേ ആ കുപ്പായത്തിൽ അയാളില്ല എന്നതിനെ എങ്ങനെ ഉൾക്കൊള്ളാനാകും? അല്പസമയം കൂടി അയാൾക്ക് അനുവദിക്കാമായിരുന്നു എന്ന് എഴുതി വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ നെഞ്ചിനകത്തൊരു കനൽക്കട്ട തങ്ങി നിൽക്കുകയാണ്. ഇക്കാലം അത്രയും പുറത്താകുമ്പോൾ അനുഭവിച്ച വേദനകൾക്കെല്ലാം അപ്പുറം വല്ലാത്തൊരു നീറ്റലാണ് എൻ്റെ ഹൃദയം. നുറുങ്ങും നെല്ലുകളിലെ വേദനയേക്കാൾ അയാളും ഇന്ന് അനുഭവിക്കുന്നത് ആ കൊടും നീറ്റൽ തന്നെയാകും. തൻ്റെ പല മുൻഗാമികളെയും പോലെ അയാളിലെ പ്രതിഭയെ അവരുടെയും ലോക ഫുട്ബോളിലെ രാജാവായ പെലയോട് താരതമ്യം ചെയ്തുകൊണ്ടേയിരുന്നു. പുതിയ പെലയെന്ന ഒരു ജനതയുടെ സ്വപ്നഭാരം പേറി പന്ത് കെട്ടാൻ ആ തലമുറയിൽ നിന്നും വിധിക്കപ്പെട്ട നെയ്മർ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിയില്ല. രാജ്യാന്തര തലത്തിലും ക്ലബ് തലത്തിലും ശരാശരിക്ക് മുകളിലുള്ള അയാളുടെ പ്രകടനങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടേയിരുന്നു. രാജ്യാന്തര തലത്തിൽ കളിച്ച മത്സരങ്ങളിലെ പ്രകടനം കണക്കിലെടുത്താൽ താൻ കളിച്ച കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച താരമായി മാറാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്തു. പക്ഷേ അയാളുടെ ഏറ്റവും വലിയ ശത്രു അയാളുടെ വിധി തന്നെയായിരുന്നു. 2010 ഓഗസ്റ്റ് മാസത്തിൽ മൈക്കൽ ബ്രാഡ്ലിയുടെ അമേരിക്കക്കെതിരെ ഒരു കൊച്ചു പയ്യൻ ബൂട്ട് കെട്ടി ഇറങ്ങിയപ്പോൾ അധികമാരും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകില്ല. വെട്ടിയൊതുക്കിയ തലമുടിയും അയഞ്ഞു നീണ്ട കാനറിക്കുപ്പായുമായി അവൻ കളത്തിലിറങ്ങിയപ്പോഴും ഇടത് മൂലയിൽ നിന്നും പാഞ്ഞെത്തിയ പന്തിനെ തലവെച്ചുകൊണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ വലചലിപ്പിച്ചപ്പോഴും ബ്രസീലുകാർ ആരും തന്നെ അവനെ ഒരു സ്വപ്ന ഗോപുരത്തിന് മുകളിലും പ്രതിഷ്ഠിച്ചിരിക്കാൻ ഇടയില്ല. ആദ്യമേ മിന്നിത്തിളങ്ങി ക്ഷണം നേരം കൊണ്ട് കൊള്ളിയാൻ പോലെ കത്തിത്തീർന്ന നഷ്ടപ്രഭകളിൽ ആരുമായോ അവനെ സാമ്യപ്പെടുത്തുവാൻ തന്നെയായിരുന്നു അന്ന് മാധ്യമങ്ങൾ പോലും വാതുറന്നത്. പക്ഷേ അവൻ അന്നു മുതൽ ഒരു യാത്ര തുടങ്ങുകയായിരുന്നു. ദിക്ക് കാട്ടുന്ന താരകങ്ങളെയോ ദിശാസൂചകങ്ങളെയോ ഒന്നും വകവയ്ക്കാത്ത, ആരെയും പിന്തുടരാത്ത, സ്വന്തം വഴിയിൽ വഴിതെറ്റാത്തൊരു ദീർഘയാത്ര. ആത്മശ്വാസം മുറ്റിയ അവൻ്റെ ഓരോ ചുവടുകളും ആരാധകരുടെ ഹൃദയം കവർന്നുകൊണ്ടേയിരുന്നു. ഒരു ബാലറ്റ് നർത്തകൻ്റെ തികവോടെ അവൻ കളത്തിൽ അങ്ങോളം ചുവട് വെച്ചു. പന്തിനെ കാൽക്കീഴിൽ ഭരിച്ചു. പുകൾപ്പറ്റ പ്രതിരോധ കോട്ടകൾ പോലും അവൻ്റെ നീക്കങ്ങൾ ഗണിക്കാനാകാതെ കുഴങ്ങി നിൽക്കുന്നത് കാണാം. മഞ്ഞക്കുപ്പായത്തിൽ അവർക്കൊപ്പം അവൻ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടേയിരുന്നു. പോകെ പോകെ എതിരെ നിന്നവർ അവൻ്റെ ഉടലിനെ ഉന്നമാക്കാൻ തുടങ്ങി. അവനെ തോൽപ്പിച്ചത് അത്രയും പരിക്കുകളായിരുന്നല്ലോ. ബ്രസീലിൻ്റെ ഹൃദയപക്ഷം തീർത്തവരുടെ പ്രാർത്ഥനകൾ എന്നും അവൻ്റെ ബൂട്ടിനൊപ്പം ഉണ്ടായിരുന്നിരിക്കണം. അവൻ മുടന്തി വീണപ്പോഴെല്ലാം അവരിൽ നിന്നുയർന്ന തൊണ്ടുപൊട്ടുന്ന മുറവിളികൾ അവരുടെ ദൈവങ്ങൾ കേട്ടിരിക്കണം. ഉള്ളു പൊള്ളുന്ന ചൂടിലും അവൻ അതുകൊണ്ട് തിരികെ നടന്നുകൊണ്ടേയിരുന്നു. കരഞ്ഞു മടങ്ങാനാണെങ്കിൽ തുടങ്ങേണ്ടതില്ലായിരുന്നല്ലോ എന്നായിരുന്നു അവൻ്റെ ഭാഷ. അവൻ്റെ യാത്രയുടെ ദൂരമളന്നവർക്ക് കണക്കുകൾ അപ്പാടെ തെറ്റിക്കൊണ്ടേയിരുന്നു. എണ്ണപ്പെട്ട മത്സരങ്ങളിൽ സെൽസാവോ ജേഴ്സി അണിഞ്ഞേക്കാമെന്ന വിധി കുറിച്ചവർക്ക് മുന്നിൽ 100 എഴുതി വെച്ചൊരു കുപ്പായവുമായി വീണ്ടും ആ യാത്ര അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു. റെക്കോർഡുകളും പുരസ്കാരങ്ങളും ആയിരുന്നില്ല അയാളുടെ ലക്ഷ്യം. എതിരെ വരുന്നവൻ്റെ ലക്ഷ്യത്തെ നിരാശപ്പെടുത്തണം. ചലനങ്ങൾ കൊണ്ട് കാൽപന്ത് കളിയുടെ ഈറ്റല്യങ്ങളിൽ ആരാധകരുടെ ഹൃദയം കവരണം. എല്ലാം അതയാൾ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ അതെല്ലാം അയാളുടെ ജീവനെടുക്കും തരം ഓർമ്മകളാണ് സമ്മാനിച്ചു കൊണ്ടിരുന്നത്. 2014 തുടങ്ങിയ വേദനയുടെ കഥ ഇന്നും അയാളെ വിടാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. പിന്നീട് പല നിലങ്ങൾ, പലതിലും പതിവിലും വേഗതയില്ലാത്ത നെയ്മർ. മഞ്ഞക്കുപ്പായക്കാർക്ക് വേണ്ടി ശേഷം 2 തവണയും വിശ്വവേദികളിലേക്ക് വന്നപ്പോഴെല്ലാം നീറുന്ന ഓർമ്മകൾ മാത്രം ബാക്കി വെച്ച് മടങ്ങി അയാൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഇത്തവണ അവസാന നാളുകളിൽ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുറച്ച യാത്രയിൽ പോലും മറ്റൊരു വിശ്വവേദി മുന്നിലുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ഉടലും ഉയിരും ബലി കൊടുത്ത ആ ജേഴ്സിയിലേക്ക് പോലും എത്താൻ അയാൾക്ക് പരീക്ഷണങ്ങളേറെ നേരിടേണ്ടി വന്നു. നെയ്മറില്ലാത്ത ഒരു ബ്രസീൽ യുഗത്തിന് പോലും പലരും തറക്കല്ലിടാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. എന്നിട്ടും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒടുക്ക തങ്കത്തിനായി അയാൾ സ്വയം മെരുക്കിയെടുത്ത് എത്തുന്നത് കാണാം. എന്നിട്ടും ഒടുവിൽ ആഞ്ചലോട്ടിയുടെ തീരുമാനങ്ങൾക്ക് മുകളിൽ നെയ്മർ വീണു പോകുന്നുണ്ട്. ബ്രസീലിൻ്റെ ഭാഗതയും വഹിച്ച തലമുറകളിൽ എണ്ണപ്പെട്ടവർ മാത്രം എത്തിച്ചേർന്നിടത്താണ് ഇന്ന് അവനും എത്തി നിൽക്കുന്നത്. ഇന്നും അവൻ ഇറങ്ങുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ പ്രതീക്ഷയോടെ ആരാധകർ അവൻ്റെ ബൂട്ടുകളിലേക്ക് കണ്ണയക്കാൻ കാത്തിരിക്കുന്നത് പോലും അതുകൊണ്ടാണ്. എപ്പോഴോ കണ്ടു മറന്ന മായ കാഴ്ചകൾ ഒരിക്കൽ കൂടി നേരിൽ ദർശിക്കാനായി. ഒരുപക്ഷേ ആ പഴയ നെയ്മർ ആയിരിക്കില്ല. പഴയതുപോലെ പന്തിനനുസരിപ്പിക്കും വണ്ണം അയാളുടെ കാലുകൾക്ക് വഴക്കം മറന്നേക്കാം. കൂടെ ഗോൾ നേടാം, ഗോൾ നേടാതിരിക്കാം.
ഫലം എന്തു തന്നെയായാലും അയാളുടെ സാന്നിധ്യം കൂടെ ഉണ്ടായാൽ മാത്രം മതി ബ്രസീലുകാർ അനുഗ്രഹീതരാകാൻ. അതായിരുന്നു ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. കഠിന വഴികളെല്ലാം താണ്ടിക്കൊണ്ട് ബ്രസീലിൻ്റെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരെന്ന ഖ്യാതിയും അവരുടെ നഷ്ടപ്പെട്ട സുവർണ്ണ കാലഘട്ടത്തെ തിരികെ കൊണ്ടുവരാൻ എല്ലാം ഒന്നിൽ ആവാഹിച്ച് പിറവി കൊണ്ട് ആയുസെന്ന വിധിയും ഒരിക്കൽ കൂടി അയാൾ ആ ബ്രസീൽ ജേഴ്സിയിലേക്ക് എത്തിക്കുമെന്നും അതിലറിയാതെ അർമാദിക്കാമെന്നും ഞാനും ആരാധകരും ആഗ്രഹിച്ചിരുന്നു. ബ്രസീലിയൻ ജനതയുടെ കാത്തിരിപ്പും അതുതന്നെയായിരുന്നു. പക്ഷേ അവിടെയായിരുന്നു നെയ്മർ ബലി നൽകപ്പെടുന്നത്. പഴയ നെയ്മർ ആ ഹൃദയത്തിൽ തന്നെ പ്രതിഷ്ഠയായിരിക്കട്ടെ, പുതിയ നെയ്മർ മുടന്തിയാണെങ്കിലും ഹൃദയത്തെ സന്തോഷിപ്പിക്കട്ടെ എന്ന വാചകവുമായി തുടങ്ങിയ ഈ യാത്ര പക്ഷേ അവസാനിക്കുന്നത്, ചെന്നെത്തി നിൽക്കുന്നത് ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ച ഏറ്റവും വലിയ വേദനയും കൂടി പേറിയാണ്. മലയാളികൾക്ക് നെയ്മർ എന്ന പേര് കേൾക്കുന്നതിന് മുന്നേ തുടങ്ങിയതാണ് ബ്രസീലിയൻ ഫുട്ബോളിനോടുള്ള ഭ്രമം. ഏതൊരു കടുത്ത ബ്രസീലിയൻ ആരാധകനെയും സംബന്ധിച്ചിടത്തോളം നെയ്മർ എന്നാൽ ബ്രസീൽ ടീമിൻ്റെ പര്യായമൊന്നും ആയിരുന്നില്ല. ഇതിഹാസങ്ങൾക്ക് പഞ്ഞമില്ലാത്തൊരു നാട്ടിലെ മറ്റൊരു അസാമാന്യ പ്രതിഭ മാത്രമായിരുന്നു അയാൾ. വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും 90കളിലെ അവസാനങ്ങളിൽ ജനിച്ച തലമുറയിലെ ബ്രസീലിയൻ ആരാധകരുടെ ആദ്യത്തെ യുവ ഹീറോ നെയ്മർ ആയിരിക്കും, ഇങ്ങ് കേരളത്തിലും എൻ്റെയും. നെയ്മർക്ക് മാത്രം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന ഒരു ടീമായി ബ്രസീൽ പരിണമിച്ചിട്ട് വർഷങ്ങൾ ഏറെയായിട്ടുണ്ട്. ദൈവം അയാൾക്ക് മാത്രം കനിഞ്ഞു നൽകിയ ഒരു വരദാനം കൂടിയായിരുന്നു അത്. പക്ഷേ ബലി കെടുക്കും മുന്നേ ആദ്യത്തെ 11 ഒരിടം കൊടുക്കാൻ എല്ലാ സാഹചര്യവും അയാൾക്ക് അനുകൂലമായിരുന്നു. എന്നിട്ടും തൻ്റെ മഹിമ കുറയുമെന്ന ചിന്ത കൊണ്ട് 16 ആരംഭിക്കുകയായിരുന്നു. ആൻസലോട്ടി വീണ്ടും അയാളെ നോർവെക്കെതിരെ പുറത്തിരുത്തി. ബ്രില്യൻസിയല്ല പലപ്പോഴും ഫുട്ബോളിൽ ജയിക്കുന്നത്, തീരുമാനങ്ങളാണ് എന്ന് അപ്പോഴേക്കും കാലം തെളിയിച്ചു കഴിഞ്ഞു. അയാളെ പുറത്തിരുത്തി നേടാമെന്ന് കരുതിയത് വെറും വ്യാമോഹമല്ല, തെറ്റല്ല, അഹങ്കാരമാണ്. അയാളോടുള്ള കടുത്ത വെറുപ്പായിരുന്നു. തൻ്റെ മുകളിൽ ഒന്നും പാടില്ല എന്ന വലിയ അഹന്ത. അതുണ്ടെങ്കിൽ പിന്നെ അയാൾ ഒരിക്കലും ടീമിലേക്ക് വിളിക്കേണ്ടതായിരുന്നില്ല. ഒടുക്കം തൻ്റേതല്ലാത്ത കാരണത്താൽ താനില്ലെങ്കിൽ പോലും രാജ്യം വിജയിക്കണമെന്ന് കരുതിയവൻ പടിയിറങ്ങുകയാണ്. ഇന്നോളം തട്ടിയ പന്തുകൊണ്ട് രാജ്യത്തിൻ്റെ യശസ്സ് ഉയർത്താൻ കഴിയാതെ അപമാനപ്പെട്ടാണ് അയാളുടെ മടക്കം. അയാളിത് അർഹിക്കുന്നില്ല, അയാളെ ആരാധിക്കുന്നവരും. നീറുന്ന നേരവും കളിച്ചു എന്ന് തോന്നിയ നിമിഷം അയാളുടെ സാന്നിധ്യം എത്തിക്കഴിഞ്ഞപ്പോഴാണ്. തലതാഴ്ത്തി മടങ്ങാൻ കാലം അയാളെ അനുവദിക്കില്ലായിരുന്നുവെന്ന് ഉറപ്പായിരുന്നു. അതിൻ്റെ നിമിത്തമെന്നോണം വാക്പോര് നടത്തിയവനെ നിശ്ചലമാക്കിയ പെനാൽറ്റി. ഒടുവിൽ ശേഷക്രിയയ്ക്കെന്നോണം ബാക്കിയായത് അതൊന്നു മാത്രമായിരുന്നു. നെഞ്ചു നീറുന്നുണ്ട്, ഉള്ളിൽ ഒരു കനൽക്കട്ട എരിയുന്നുണ്ട്. കാലിൽ അനുസരിക്കും വണ്ണം പന്തിനെ ഇന്നോളം വശീകരിച്ച് വച്ചവൻ പന്തിനെ പുറകെ ഓടി നടന്ന് ക്ഷീണിച്ച് അവസാനിപ്പിക്കുന്ന കാഴ്ച തലയ്ക്ക് മുകളിൽ ഒരു അറവ് കത്തിവെച്ച് അതിജീവിക്കുന്നതിന് സമാനമായിരുന്നു. അത് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. കിരീടമുയർത്തി നിൽക്കുന്നൊരു കാഴ്ച അടുത്തിടെ കണ്ട സ്വപ്നങ്ങളിലെല്ലാം അങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. ഇനി അതൊരു പേക്കിനാവും മാത്രമായി അവശേഷിക്കും. പക്ഷേ അയാൾ എൻ്റെ മനസ്സിൽ കാൽപന്ത് കൊണ്ട് എഴുതിയിട്ട അനശ്വരത നിത്യതയായി തന്നെ തുടരും. നെയ്മർ ഇവിടെ അവസാനിക്കുകയാണ്, അറിയാം. പക്ഷേ ഞാൻ അയാളിലൂടെ തന്നെ ജീവിക്കും. ഇനിയുള്ള തലമുറയ്ക്കായി റൊണോ മെസ്സി നെയ്മർ പോലെയുള്ള ഒരു ഐഡിയൽ മെറ്റീരിയൽ പോലും ജന്മമെടുക്കാത്ത ഈ കാലത്ത് ഇനിയും തുടരാൻ പോകുന്ന റൊണോ മെസ്സി കഥകൾക്കുമൊപ്പം ഞാൻ ആ സാമ്പ നർത്തകൻ്റെ കഥയും കൂടി പറയും. എൻ്റെ നെയ്മർ ജൂനിയറിൻ്റെ കഥ. താങ്ക് യു ഐഡൽ.